നമസ്കാരം ഡോക്ടർ വിനോദ് ബി നായർ. ഇന്ന് നമ്മളൊരു ഇന്റർനാഷണൽ ന്യൂസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഒരു വിധത്തിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു വാർത്ത. വെനിസ്വേലയിൽ നിന്ന് ആരെണ്ണ വാങ്ങിയാലും ആരാണോ എണ്ണ വാങ്ങുന്നത് ആ രാജ്യങ്ങൾ പിന്നീട് അമേരിക്കയുമായി എന്തെങ്കിലും കയറ്റി അയക്കുമ്പോഴോ അവരുമായി ഏതെങ്കിലും കച്ചവട പങ്കാളിത്തം നടത്തുമ്പോൾ 25% താരിഫ് നൽകണമെന്ന ട്രംപിന്റെ വിചിത്രമായൊരു പ്രഖ്യാപനം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും. ഈ വിഷയത്തിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ, വിശകലനം എന്തൊക്കെയാണ്? നമസ്കാരം നീതു. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ മർക്കട മുഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. വെനീസ്വലയുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. അത് നമുക്കൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാണ്. ഇന്ത്യയിലോട്ട് ആളുകളെ കയറ്റി അയച്ചതുപോലെ അതിനു മുൻപായിട്ട് വെനീസ്വലയിലോട്ടും അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവരെ അയച്ചിരുന്നു. ആ വിമാനം അവിടെ ഇറങ്ങാതെ സമ്മതിച്ചില്ല. മാത്രമല്ല അവർ തിരിച്ച് അവരുടെ സ്വന്തം വിമാനത്തിൽ, പിന്നെ പ്രശ്നങ്ങളുണ്ടായി, അവരുടെ സ്വന്തം വിമാനത്തിൽ അമേരിക്കയിൽ വന്ന് കൊണ്ടുപോയി. അന്ന് മുതൽ ഈ ട്രംപിനൊരു വല്യേട്ടൻ മനോഭാവമുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ മാർഗമില്ല. അത് അമേരിക്കയുടെ ഒരു വല്യേട്ടൻ മനോഭാവത്തിനുപരി ഇന്ന് ട്രംപിനൊരു വല്യേട്ടൻ മനോഭാവമുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അന്ന് മുതൽ വെനീസ്വലയുമായിട്ട് അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വന്നത് ഇന്നലെയാണ്. 24-ാം തീയതി ആണ്, ഈ മാർച്ച് 24-ാം തീയതിയാണ് ഇതുമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്താണത്? അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, വെനീസ്വല എന്ന് പറയുന്നത് ഒരു എണ്ണ കയറ്റുമതി രാജ്യമാണ്. വെനീസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% താരിഫ്, അതായത് ഇറക്കുമതി നികുതിയാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഇനി അധികം ദിവസങ്ങളില്ല. ഇന്ത്യക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഇത് വലിയ സാമ്പത്തികവും നയതന്ത്രപരവുമായ വെല്ലുവിളി ഉയർത്തും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഓരോ ദിവസവും ശരാശരി 63,000 ബാരൽ എണ്ണയാണ് വെനീസ്വലയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മെയിനായിട്ട് റിലയൻസ് കമ്പനിയാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് അമേരിക്കയിലുള്ള റിലയൻസ് ആണ്. അവിടെയുള്ള ഒരു സ്വൈപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ വാസ്തവം. ഇത് ഇന്ത്യ മാത്രമല്ല, ചൈനയും യൂറോപ്പും വെനീസ്വലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. ചൈനയ്ക്ക് ഓൾറെഡി 25% അല്ലെങ്കിൽ 20% ടാക്സ് അടിച്ചിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ചൈനയ്ക്കും അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഒന്നും അമേരിക്കയുടെ ഈ ഒരു വല്യേട്ടൻ മനോഭാവത്തോട് ഒരു താല്പര്യമില്ല. ഈ US അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ട്രംപ് അയാളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഈ മൊത്തത്തിലുള്ള വ്യാപാര നയത്തെ ഉപയോഗിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാപാര നിയമങ്ങൾ നൂറ്റാണ്ടുകളായി, അതായത് 1-2 വർഷങ്ങളല്ല, വർഷങ്ങൾ, ഡെക്കേഡ്സ്, അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര നയങ്ങൾ. അതിനകത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ ബുള്ളികളെന്ന് പറയും അല്ലേ, പിന്നെ ഒരുമാതിരി ചെറിയ സെമി ഗുണ്ടകളെ പോലെയുള്ള കുട്ടികൾ, അവർ പറയും, ഏയ് നീ അവൻ്റെ അടുത്ത് മിണ്ടരുത്, ഞാൻ അവരുമായിട്ട് പിണങ്ങി, നീ അവൻ്റെ അടുത്ത് മിണ്ടരുത്, നീ അവൻ്റെ അടുത്ത് ഞാനൊരു മുട്ടായി ചോദിച്ചപ്പോഴത്തേക്ക് അവൻ തന്നില്ല, അതുകൊണ്ട് നിങ്ങളാരും ഇനി അവന് മുട്ടായി കൊടുക്കുകയോ അവനിൽ നിന്ന് മുട്ടായി മേടിക്കുകയോ ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുന്ന ചെറിയ സെമി ഗുണ്ട പിള്ളേരെ നമ്മൾ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ട്. അത്ര ഒരുമാതിരി ഒരു ചൈൽഡിഷായിട്ട്, ഒരു സുഖകരമല്ലാത്ത, നിങ്ങൾ തമ്മിലായിരിക്കുമോ പ്രശ്നം, അതിന് ഞങ്ങൾ അതിനകത്ത് എന്ത് വഴിച്ചു, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതാണ് ചൈനയും യൂറോപ്പും ഒക്കെ പറയുന്നത്. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ നീക്കം അന്താരാഷ്ട്ര വിപണിയിലുള്ള അമേരിക്കയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. എപ്പോൾ അമേരിക്ക എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ വർഷം ട്രംപ് തന്റെ ചില നയങ്ങളെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിലും ഇത് പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നിനിയിപ്പോൾ ഇന്ത്യക്ക് ഒന്നുകിൽ അമേരിക്കയെ കൺഫ്രണ്ട് ചെയ്തിട്ട് നമ്മൾ വെനീസ്വലയിൽ നിന്ന് തുടർന്ന് എണ്ണ മേടിക്കണം. അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ആ ഒരു ചെറിയ എണ്ണയ്ക്ക് വേണ്ടി നമ്മൾ അമേരിക്കയായിട്ട് പ്രശ്നം ഉണ്ടാകണോ എന്നുള്ളതാണ്. ഒന്ന്, പഴയതുപോലെ അമേരിക്കയായിട്ട് ഇപ്പം വലിയ സൗഹൃദ രാജ്യമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഗൾഫ്, അല്ലെങ്കിൽ റഷ്യ, മറ്റ് ഒപ്പേക്ക് കൺട്രികളിൽ നിന്നായി ഈ എണ്ണയും കൂടെ നമ്മൾ അവിടെ നിന്ന് മേടിക്കണം. അപ്പോൾ ഇതിനകത്തൊരു
ഒരു അന്താരാഷ്ട്ര അധികാര മത്സരം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഒരു പറച്ചിൽ മാത്രമാണോ ഈ എണ്ണയുടെ പരിപാടി എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. അത് രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പറയുന്ന ഏത് രാജ്യത്തിന് 25% ഡ്യൂട്ടി അടിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് ധാരാളം ടെക്സ്റ്റൈൽസ് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എണ്ണ, സോറി, ഐ ടി സോഫ്റ്റ്വെയർ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും. ചൈന ഇതിനെങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? ചൈനയാണ് വെനീസ്വലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ചൈന അവരുടെ ഈ വെനീസ്വലയുടെ 68% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് പണ്ടേ തന്നെ ഡോളർ വിരോധമുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഉറപ്പായിട്ടും ചൈന അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമല്ല. വേറെ ആരും വെനീസ്വലയിൽ ചൈന എണ്ണ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ അത് ചൈന ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ മറിയില്ല. ഒരു പക്ഷേ ഡോളറിലാണ് ഇത്രയും നാൾ ചൈന ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇനി ആ ഡോളർ സങ്കല്പം മാറി യുവാൻ വെച്ചിട്ട് കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഡോളറിന് പ്രസക്തി നഷ്ടപ്പെടും. അപ്പോൾ ഡോളറിന് ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ റഷ്യയുമായിട്ട് ചെയ്യുന്ന പോലെ റൂബിളിലും ഇന്ത്യയിലും ആണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. ഡോളർ മാറിപ്പോയി. ഇങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കൻ ഡോളർ ഉപേക്ഷിച്ച് തുടങ്ങി. ഞാനും റഷ്യയും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും നീത്തുവും തമ്മിൽ ചെയ്യുമ്പോൾ നമ്മുടെ കറൻസി വെച്ച് ചെയ്യും. അതിനകത്ത് ഡോളർ മൂന്നാമതൊരു തന്നെ ഡോളർ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഇറക്കുമതി ഒന്നുകിൽ ഈ അമേരിക്കയെ പിണക്കി നമ്മൾ ശക്തമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പണ്ട് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന കാര്യത്തിനകത്ത് അമേരിക്കയെ പിണക്കി റഷ്യ ഉക്രൈൻ വാർ സമയത്ത് അമേരിക്ക പറഞ്ഞിട്ടും യൂറോപ്പ് മൊത്തമായിട്ട് പറഞ്ഞിട്ടും നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവസാനം അമേരിക്ക മിണ്ടാണ്ടായി. അല്ലെങ്കിൽ ഈ റിലയൻസ് പോലുള്ള കമ്പനികൾ വേറെ രാജ്യത്ത് നിന്ന് വാങ്ങേണ്ടി വരും. ഇതേപോലെയാണ് യൂറോപ്യൻ യൂണിയനും. ഇതൊരു വലിയ പ്രശ്നമാണ്. യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി ഈ ഫ്രൈറ്റ് ട്രേഡ് എഗ്രിമെൻറ്റ്സ് WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനൊക്കെ വഴി പരാതികൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇങ്ങനെ തോന്നും പോലെ ഇടപെടാൻ പറ്റില്ല, വ്യാപാര ബന്ധങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയും ഇത് ബാധിക്കും. അതായത് ഞാൻ നേരത്തെ മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇന്ധന വില വർദ്ധിക്കും തോറും, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ ബേസിക് സാധനങ്ങളുടെ വില വർദ്ധിക്കുമല്ലോ. ഈ 25% ടാക്സ് അടിക്കുമ്പോഴത്തേക്ക് വില വർദ്ധിക്കും. വില വർദ്ധിക്കുമ്പം അമേരിക്കയിൽ പണപ്പെരുപ്പം വരും, അമേരിക്കയിലെ സാധനങ്ങൾക്ക് വില കൂടും, അമേരിക്കയിലെ ഉൽപ്പാദന ചെലവ് കൂടും, അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക്, സാധാരണക്കാർക്ക് എല്ലാത്തിനും വില കൂടും. ഇതൊരു വലിയ പ്രശ്നമാണ്. അമേരിക്കയിലെ തന്നെ ഓയിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയും. അതൊരു ട്രേഡിൻ്റെ എണ്ണ സ്റ്റോക്ക് മാർക്കറ്റ് വഴി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഓയിൽ ഫ്യൂച്ചേഴ്സ്, ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, സിൽവർ ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെ ഓയിൽ ഫ്യൂച്ചേഴ്സിൻ്റെ വില ഈ പ്രഖ്യാപനത്തിന് ശേഷം 1.5% കൂടി. അങ്ങനെ ഒരു വലിയ അനിശ്ചിതത്വം വിപണിയിലാകെ പ്രകടനമായിട്ട് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും ഇടിഞ്ഞതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. റിലയൻസ് എന്നൊക്കെ പറയുന്നത് വലിയ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം ചൈന, ഇന്ത്യ, യൂറോപ്പ് തുടങ്ങിയ ഇവിടെ നിന്നൊക്കെ ഉള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില കൂടാനുള്ള സാധ്യത, അമേരിക്കയിലെ ഫാർമേഴ്സ്, നമ്മുടെ IT എക്സ്പോർട്സ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇതിനൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും ഒരു പക്ഷേ ചെയ്യുക? നമ്മൾ സൗദി അറേബ്യയായിട്ട് സംസാരിക്കും, UAE ആയിട്ട്, ഇറാഖുമായിട്ട്, റഷ്യയായിട്ടൊക്കെ സംസാരിച്ച് ഒരു പക്ഷേ ഈ എണ്ണ അവരിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സാധ്യത. USA ബന്ധം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടോക്സ് എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ചർച്ചകൾ, ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ അമേരിക്ക വേണമെങ്കിൽ ചെയ്യും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിനകത്ത്. അല്ലെങ്കിലുള്ളൊരു പ്രശ്നം, ഇന്ത്യ അമേരിക്കയ്ക്കോട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇതുവരെ താരിഫ് ബാധിക്കാത്ത ഫാർമസ്യൂട്ടിക്കൽസ്, IT സർവീസസ്, നമ്മുടെ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഇവയൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ പലതും ചെയ്യേണ്ടി വരും എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇത് എന്തായാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ രാവിലെ ട്രംപിന് ഉറങ്ങാൻ നേരം പോകുന്നതിന് മുമ്പായിട്ടും രാവിലെ എണീറ്റ ഉടനെ ഉടങ്ങി ചുമ്മാ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ ഒരു താരിഫ് പറയുക, വിരട്ടൽ പറയുക, രാജ്യങ്ങളെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ കോട്ടം തട്ടും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇതിൻ്റെ പ്രത്യാഘാതം
1 2 വർഷങ്ങളിൽ അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ ഇതുവരെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും കേട്ട് കേൾവിയില്ലാത്ത പോലെ ഒരു റിസഷൻ എന്ന് പറഞ്ഞാൽ വ്യാപാര മാന്ദ്യത്തിൻ്റെ സാധ്യത 3 ഇരട്ടിയാണെന്നാണ് ഇന്ന് വിദഗ്ധർ പറയുന്നത്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ട്രംപിന് നല്ല ബുദ്ധി തോന്നും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇതാണ് ലോകക്രമം.